നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ഓട്ടോറിക്ഷ മറിഞ്ഞ് ഗ്രഹനാഥന് ദാരുണാന്ത്യം. വടക്കാഞ്ചേരി മങ്കർ ലക്ഷം വീട് പരിസരത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് കരിമത്ര അട്ടിപ്പറമ്പ് സ്വദേശി VA ബെന്നിയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യവേ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ഓട്ടോറിക്ഷയുടെ വശം പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. ഭാര്യയും മക്കളും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദീർഘകാലം വിദേശത്തായിരുന്നു ബെന്നി. ദേശമംഗലം ലക്ഷം വീടിന് സമീപം താമസിക്കുന്ന കോളൂർക്കാവിൽ പ്രകാശ് ബാബുവിനെ ശനിയാഴ്ച രാത്രി വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വിദേശത്തുള്ള സഹോദരി ഫോണിൽ വിളിച്ചിട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യയും മക്കളും വീട്ടിലില്ലാത്ത സമയമായിരുന്നു അന്ത്യം. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തിച്ചൂർ കാവുങ്ങൽ ട്രസ്റ്റിന്റെ പ്രഥമ കഥകളി സ്മരണാഞ്ജലി പുരസ്കാരങ്ങൾ സദനം കറ്റശ്ശേരി രാമൻകുട്ടി നായർ, സദനം കൃഷ്ണൻകുട്ടി നായർ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്നിവർക്ക് സമർപ്പിച്ചു. കാവുങ്ങൽ തറവാട്ടിലെ പ്രശസ്ത കഥകളി ആചാര്യന്മാരുടെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ കലാധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുരസ്കാര സമർപ്പണത്തിന് ശേഷം അശ്വതി ഉണ്ണികൃഷ്ണനും ദേവിക രാജേഷും അവതരിപ്പിച്ച ഗീതോപദേശവും ദക്ഷയാഗം കഥകളിയും അരങ്ങേറി. ആറങ്ങോട്ടുകരയിൽ കിണറ്റിൽ വീണ ആട്ടുംകുട്ടിയെ രക്ഷിക്കാനിറങ്ങി ശ്വാസം മുട്ടി കുടുങ്ങിയ മുരളിക്ക് ഷൊർണൂർ അഗ്നിരക്ഷാസേനയുടെ ഇടപെടലിലൂടെ പുതുജീവൻ. 30 അടി താഴ്ചയുള്ള കിണറ്റിൽ ഓക്സിജൻ ലഭിക്കാതെ അവശനായ മുരളിയെ ഉദ്യോഗസ്ഥർ അതിസാഹസികമായാണ് പുറത്തെത്തിച്ചത്. ഷൊർണൂർ ഫയർ ഓഫീസർ AK ഗോവിന്ദൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ സമയോചിതമായ ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കി.